നേതാക്കന്മാരാൽ സ്ഥാപിതമായി. പിന്നിടുന്ന മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കാര്യദർശി, പണ്ഡിതന്റെ കുലപതിയായി, പാണ്ഡിത്യത്തിന്റെ നിറവിലും വിനയത്തിന്റെ മുഖമുദ്രയുമായി ഹൃദയാന്തരാളത്തിലെ രാജസുൽത്താനായി വിരാജിക്കുന്ന ശൈഖുന സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് സദസ്സിൽ നിർവഹിക്കുന്നു. സാദരം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برضا الله. أما بعد فأوصيكم أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. صدق الله مولانا العظيم. آفة الدين ثلاثة: فقيه فاجر وإمام جائر ومجتهد جاهل وصدق رسوله الكريم. ഒന്നിരായ സാദാത്തുക്കളെ, മുഷാവറ അംഗങ്ങളായ ഉലമാക്കളെ, മറ്റിവിടെ പങ്കെടുത്ത ഉലമാക്കളെ, ഉമറാക്കളെ, കാരണ മഹൽ വ്യക്തികളെ, സമസ്തൻ്റെ വിദ്യാർത്ഥി സംഘടനയായ SKSSFൻ്റെ ഈ മഹത്തായ പരിപാടി തൗഫീഖ് ത്തിനെ ആദ്യമായി ഞാൻ സ്തുതിക്കുന്നു. ഇതിന് കളമൊരുക്കിയ സംഘാടകരെയും സഹായികളെയും ഞാൻ അഭിനന്ദിക്കുകയും അല്ലാഹു തആല രണ്ട് വീട്ടിലും അവർക്ക് ഖൈർ പ്രദാനം ചെയ്യട്ടെ. ഞങ്ങൾക്കെല്ലാം ഇപ്പോൾ സംസാരിക്കാൻ ചില പരിധി, മറ്റുള്ള ആളുകൾക്ക് സൗകര്യം അൽ-യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ എന്ന ആയത്ത് പരിശുദ്ധ ഖുർആനിൽ ഏതാനും അവസാനം ഇറക്കപ്പെട്ട ആയത്താണ്. പല പ്രത്യേകതകളും ഈ ആയത്തിന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വെള്ളിയാഴ്ച നമസ്കാരത്തിൻ്റെ ശേഷം അറഫ സമ്മേളനത്തിൽ ഇറക്കപ്പെട്ട ആയത്തത്. ഒരു ആയത്ത് മാത്രമാണ് ഇറക്കപ്പെട്ടിട്ടുള്ളത്. വത്തഖു യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് തുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുളമൂൻ എന്ന ആയത്ത് മാത്രമാണ്. അതോടുകൂടെ ഖുർആൻ ഇറങ്ങൽ അവസാനിപ്പിക്കപ്പെട്ടു. പരിശുദ്ധ ഖുർആനിൽ ഏതാനും അവസാനം ഇറക്കപ്പെട്ട ആയത്താണ് കേൾപ്പിച്ചത്. ഈ ആയത്ത് ഇറങ്ങിയതിൻ്റെ ശേഷം ഇസ്ലാമിൽ ഒരു നിയമം വന്നിട്ടില്ല. എല്ലാ നിയമങ്ങളും എന്നാണ് ഈ ആയത്തിൻ്റെ സാധ്യത. പല പ്രത്യേകതകളും മഹാന്മാർ ഈ ആയത്തിന് പറയുന്നുണ്ട്. പുണ്യനബിയുടെ ഹജ്ജത്തുൽ വദാഇൽ അറഫ സമ്മേളനത്തിൽ ലക്ഷക്കണക്കിൽ സഹാബിമാർ പങ്കെടുത്ത ആ സമ്മേളനത്തിൽ അസർ നമസ്കാരത്തിൻ്റെ ആണ് ഈ ആയത്തിറങ്ങിയത്. ഈ ആയത്തിൻ്റെ ചുരുക്കാർത്ഥം അൽ യൗമ ഇന്ന്, തങ്ങൾ അറഫയിൽ സമ്മേളിച്ച ഈ ദിവസം
അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളെ ദീൻ ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നു. വഅത്മംതു അലൈക്കും നിഅമതി, ദീൻ എന്നത് വലിയ നിഅമത്താണ്. അതില്ലെങ്കിൽ നഷ്ടപ്പെടും, ഖബറും നഷ്ടപ്പെടും, ആഖിറും നഷ്ടപ്പെടും. അങ്ങനത്തെ അവിടൊക്കെ വിജയം നൽകുന്ന എൻ്റെ ഞാൻ സ്വീകരിച്ചു. റളീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ദീനുൽ ഇസ്ലാം ദീനായി ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ ചുരുക്കം. ഈ ആയത്ത് ഇറങ്ങിയ സമയത്ത് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കരയുകയുണ്ടായി. പുണ്യനബി തന്നെ ചോദിച്ചു, ദീനിൽ ഞങ്ങൾ പ്രവേശിച്ച മുതൽ ഇതുവരെ ദീൻ ശക്തിപ്പെട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. ഇന്ന് ഈ ആയത്തിറങ്ങിയ സമയത്ത് ദീൻ പരിപൂർണമായി എന്ന അറിയിപ്പാണ് റബ്ബ് നൽകിയത്. ഏതൊന്നും പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വളർച്ച നിന്നു, പിന്നെ അവിടുന്നാണ്ട് വളരാൻ ചാൻസ് ഇല്ല. ഇനി ചുരുക്കാണ്. കമാലെത്തിക്കഴിഞ്ഞാൽ ചുരുങ്ങി വരും. അതുകൊണ്ട് എനിക്ക് വല്ലാത്ത വിഷമം, അതാണ് ഞാൻ കരയാൻ കാരണമെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. വഖാല, മഹാനായ നബി തങ്ങളതിന് മറുപടി കൊടുത്ത്, സദഖത, നീ പറഞ്ഞാണ്. അതിൻ്റെ താല്പര്യം മഹാന്മാർ പറഞ്ഞതുകൊണ്ട് ഇനി ഇതിന് വലിയ കേടുപാട് കൂടാത്ത രീതിയിൽ അതാത് കാലത്തുള്ള മഹൽ വ്യക്തികൾ ശരിക്ക് ബഹുമാനപ്പെട്ട ദീനിനെ സഹായിച്ച് ഇതിന് കാര്യമായ ചുരുക്കം ഒന്ന് വരാതിരിക്കണം എന്നതാണ് അതിൻ്റെ ചുരുക്കം എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നു. ഈ ആയത്ത് ഇറങ്ങിയ സമയത്ത് 4-5 വിഭാഗത്തിൻ്റെ പെരുന്നാൾ സമ്മേളിച്ച ദിവസമാണെന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നു. ഒന്ന്, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വെള്ളിയാഴ്ചയാണ് ഒരു പെരുന്നാൾ. അറഫ ദിനമാണ് മറ്റൊരു എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നു. അങ്ങനെ ഓണം അത് പ്രകാരം തന്നെ മുസ്ലിമീങ്ങളെ പെരുന്നാളൊക്കെ അപൂർവമായിട്ട് ഒരുമിച്ച് കൂടൽ പതിവുണ്ട്. പക്ഷേ ഇത് 4-5 പെരുന്നാളുകൾ ഒന്നായിട്ട് ഒരുമിച്ച് കൂടിയ അവസാനം. മജൂസികൾക്കന്ന് പെരുന്നാളാണ്, യഹൂദികൾക്കന്ന് പെരുന്നാളാണ്, നസാറ പെരുന്നാളാണ്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡബിൾ പെരുന്നാളാണ് അറഫ, അത് പ്രകാരം വെള്ളിയാഴ്ച ദിവസം. ഇങ്ങനെ 4-5 പെരുന്നാൾ സമ്മേളിച്ചൊരു ദിവസമാണ് അത്. അല്ലാമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നത്, ഇങ്ങനെ 4-5 പെരുന്നാൾ ഒന്നിച്ച് വരൽ മുമ്പ് ലോകത്ത് നടന്നിട്ടില്ല, ഇനി ഖിയാം വരെ നടക്കാനും പോകുന്നില്ല എന്ന് മഹാന്മാർ രേഖപ്പെടുത്തും. അങ്ങനെ 4-5 പെരുന്നാളുകൾ സമ്മേളിച്ച ദിവസത്തിലാണ് ലക്ഷക്കണക്കിൽ സഹാബിമാരെ മുമ്പിൽ ഈ ഇറക്കപ്പെട്ടു. യഹൂദികൾപ്പെട്ട ചില ആളുകൾ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയുണ്ടായി, നിങ്ങൾക്കിറങ്ങിയ അത് ഞങ്ങൾക്കിറങ്ങുകയാണെങ്കിൽ ഞങ്ങൾ അന്ന് പെരുന്നാളായി ആഘോഷിക്കും. മഹാനവറുകൾ ചോദിച്ചു, ഏതാണ് ആയത്ത്? അത് അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കും ദീന. അന്ന് ഞങ്ങൾക്ക് പല പെരുന്നാളും ഒരുമിച്ച് കൂടിയ ദിവസമാണ്. നിങ്ങൾ ഒരു പെരുന്നാളാക്കലുള്ളൂ, ഞങ്ങൾക്കന്ന് പല പെരുന്നാളും സമ്മേളിച്ച ദിവസമാണ്. വെള്ളിയാഴ്ചയാണ്, അറഫ ദിനമാണ്, എല്ലാമാണ്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹു ഒരു മനുഷ്യൻ അവിടെ കൂടി ഒരു സഹാബി
ഇസ്ലാമിൻ്റെ വളർച്ച എങ്ങനെയാണ് തങ്ങൾ കേട്ടത് എന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോൾ തങ്ങൾ പറഞ്ഞു, അൽ ബദഅ ജദഅൻ സുമ്മ സനി സുമ്മ റബാഇയൻ സുമ്മ സുദ്സ് സുമ്മ ബാസിലൻ. ഇന്നലക്കാണ് ഇറങ്ങിയത്. ഒട്ടകത്തിൻ്റെ പ്രായത്തോട് തശ്ബീഹാക്കിക്കൊണ്ടാണ് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിൻ്റെ വളർച്ചയെ വ്യക്തമാക്കിയത് എന്ന് അദ്ദേഹം മറുപടി. അത് ജദഅ് ഒന്നാമത്തത്. അത് ഒട്ടകത്തിൽ നിന്ന് 5 വയസ്സുള്ള ഒരു ഒട്ടകത്തിനാണ് ജദഅ് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത് സെനിജ് എന്നാണ് പറഞ്ഞത്. അത് 6 വയസ്സുള്ള ഒരു ഒട്ടകത്തിൻ്റെ പേരാണ്. അല്പം ശക്തി കൂടി. പിന്നെ പുണ്യനബി പറഞ്ഞ് സുദ്സിജൻ 7 വയസ്സുള്ള ഒട്ടകം. പിന്നെ പറഞ്ഞത് 7 വയസ്സുള്ള ഒരു ഒട്ടകത്തിൻ്റെ അവസ്ഥയിൽ പിന്നെയും പൊന്തിദീൻ. പിന്നെ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സുമ്മ ബാസിലൻ. അത് 8 വയസ്സുള്ള ഒരു സ്വഭാവത്തിലാണ് ഇത് ഇറങ്ങിയത്. ബാസിലൻ 9 വയസ്സുള്ള എന്നതാണ് പറയുന്നത്. അല്ലാമ ഏഷ്യത്തു ഷർവാനി തങ്ങൾ 3-ാം വാള്യത്തിൽ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. ആദ്യം 5 വയസ്സുള്ള ഒരു ഒട്ടകത്തിൻ്റെ സ്വഭാവം, പിന്നെ 6 വയസ്സുള്ള ഒരു ഒട്ടകത്തിൻ്റെ സ്വഭാവത്തിൽ, അതിനേക്കാൾ ഒന്നുകൂടി മെച്ചപ്പെട്ട് 7 വയസ്സുള്ള ഒട്ടകത്തിൻ്റെ സ്വഭാവത്തിൽ, പിന്നെ 8 വയസ്സുള്ള ഒട്ടകത്തിൻ്റെ സ്വഭാവത്തിൽ സുദുസിജി, സുമ്മ ബാസിലൻ, പിന്നെ 9 വയസ്സുള്ള ഒട്ടകത്തിൻ്റെ അത്തരെത്തി. അതെത്തിയപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത്. പരിപൂർണ ഒട്ടകത്തിൻ്റെ പ്രായങ്ങളിൽ നിന്ന് 9 വയസ്സായാൽ അതിന് പരിപൂർണ ആരോഗ്യമായി. പിന്നെ ആ ഒട്ടകം ക്ഷീണിക്കലാണ് പതിവ്. ഈ നിലക്കാണ് ഈ ദീൻ്റെ വളർച്ച ഉണ്ടായത്. അതായത് ഹജ്ജത്തുൽ വദാഇ വരെ ഒന്നിൽ നിന്ന് ഉയർന്നു പോന്നു. ഇന്ന് അതിൻ്റെ പരിപൂർണ അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. ഇനി അവിടുന്ന് അങ്ങോട്ട് അത് ഉയരാൻ പ്രയാസം, വളരെയധികം വിഷമാണ്. ഒരൊട്ടകത്തിൻ്റെ പ്രായം കഴിഞ്ഞാൽ പിന്നെ അത് ശക്തിയായി ഉയരൽ പതിവില്ല. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ കരഞ്ഞത്. അങ്ങനെയുള്ള മഹത്തായ ഒരു ആയത്താണ് ഈ അവസരത്തിൽ ഞാൻ. ഈ ആയത്ത് ഇറങ്ങിയതോടുകൂടെ എല്ലാ ഇസ്ലാമിന് നിയമം പൂർത്തിയായി. ഒരു നിയമം ഇതിൻ്റെ ശേഷം വന്നിട്ടില്ല. പിന്നെ ലോകത്തോട് നമ്മളോട് പറഞ്ഞത് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. ഏറ്റവും അവസാനത്തെ ആയത്ത് ഒരു ദിവസത്തിനെ സൂക്ഷിച്ച് നടക്കുക. തുർജഊന ഫീഹി ഇലല്ലാഹ്, ആ ദിവസത്തിൽ നിങ്ങളെ അല്ലാഹുവിലേക്ക് മടക്കപ്പെടും. അങ്ങനത്തെ ഒരു ദിനമുണ്ട് എന്ന് കരുതി നടന്നോളി, അതാണ് നിങ്ങൾക്ക് നല്ലത്. തുമ്മ തുവഫ കുല്ലു നഫ്സിൻ മാ കസബത്ത്, പിന്നെ ഓരോ ദേഹത്തിനും അവൻ ചെയ്തതിൻ്റെ പ്രതിഫലം, ഗുണമാണെങ്കിൽ ഗുണം, ദോഷമാണെങ്കിൽ ദോഷം, അത് പൂർത്തീകരിച്ച് നൽകപ്പെടും. വഹുലമൂൻ, സദ കൊടുക്കുന്ന സമയത്തിൽ, ശിക്ഷ നൽകപ്പെടുന്ന സമയത്ത് ആരെയും അനീതിയായി ആക്രമിക്കപ്പെടുകയില്ല. ഖുർആൻ്റെ സുന്ദര രൂപം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നു. ഒന്ന്, പരിശുദ്ധ ഖുർആൻ്റെ തുടക്കം ഇഖ്റ ബിസ്മി, വായിക്കുക, പഠിക്കുക. അപ്പോൾ എല്ലാറ്റിൻ്റെ ഉയർച്ച വിജ്ഞാനത്തിലൂടെയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ തുടക്കത്തിൽ അറിയിക്കുകയുണ്ടായി. അവസാനം വഹും ലാ യൂലമൂൻ എന്നതുകൊണ്ട്, അപ്പോൾ ഉൽമ്, അനീതി, അക്രമം എന്നത് ഇതിലില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് സമാപന കുറിച്ചത്. ഏറ്റവും അവസാനത്തെ വാക്യം വഹും ലാ യൂലമൂൻ. വാക്യം ഇഖ്റ, പഠിക്കുക, വായിക്കുക. അപ്പോൾ ഒരു സമൂഹം ഉയരണമെങ്കിൽ നന്നായിട്ട് പഠിക്കണം. അങ്ങനെ പഠിച്ചു ഉയർന്നതനുസരിച്ച്
ിൽ അവന് വലിയ ജസ ഉണ്ട്. ആ ജസയിൽ ഒരക്രമം ചെയ്യൂല. അപ്പോൾ ഇസ്ലാമിൻ്റെ സുന്നാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞത്. പിന്നെ അതിന് ക്ഷീണം വരുന്ന നിലക്ക് പലതും വന്നുകൊണ്ടിരിക്കും. അതാണ് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റ് ചില ഹദീസുകൾ ആയത്തുകളിൽ നിന്ന് നമ്മൾ പഠിപ്പിച്ചത്. അപ്പോൾ യഥാർത്ഥ ദീൻ ഏത്? അത് അവ്യക്തമാവുന്ന രീതിയിൽ പിൻതലമുറയിൽ പിൻകാലത്ത് 72 സംഘമായിട്ട് എൻ്റെ സമൂഹം പിരിയും എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. 72 സംഘം പിരിഞ്ഞാൽ ബഹുമാനപ്പെട്ട ക്ഷീണ. അങ്ങനെ ഭിന്നിപ്പുണ്ടായി കഴിഞ്ഞാൽ ക്ഷീണമാണ്. ആ പരിപൂർണ ദീനിനുള്ള കേടാണ് ഇതുകൊണ്ടൊക്കെ വന്നത്. ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുകയുണ്ടായി, സല്ലാ ബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത്ത യൗമിൻ, ഒരു ദിവസം തങ്ങൾ ഞങ്ങൾക്ക് നിസ്കരിച്ചു. സുമ്മ അഖ്ബല അലൈനാ ബിവജ്ഹിഹി, പിന്നെ ഞങ്ങൾ നേരെ തങ്ങൾ വഅദ്നാ മൗഇളതൻ ബലീഗതൻ, വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശം തങ്ങൾ വഅദ് പറഞ്ഞു തന്നു. ദറഫത്ത് മിന്നൽ ഉയൂൻ, ഞങ്ങൾക്കുള്ള കണ്ണുകളെല്ലാം അതുമായി വെള്ളം നിറഞ്ഞു. വജിലത്ത് മിന്നൽ ഖുലൂബ്, വറവറച്ചു പോയി ആ പ്രസംഗം കേട്ടിട്ട്. റജുലും യാ റസൂലല്ലാഹ് കഅന്ന ഹാദാ മൗഇളതു മുഅ്മിൻ, തങ്ങൾക്കുള്ള ഒരു അവസാനത്തെ പ്രസംഗം പോലെ ഇരിക്കണല്ലത്. അതുകൊണ്ട് ഫഔസിന, ഞങ്ങൾക്ക് പലതും വസിയത്ത് ചെയ്ത് തരണം. അപ്പോൾ ഊസീക്കും ബി തഖ്വല്ലാഹ്, അല്ലാഹു തആലാന്റെ തഖ്വകളെ കൊണ്ട് ഞാൻ നിങ്ങളോട് അപ്പോൾ നമ്മുടെ പ്രവർത്തകർ, ബഹുമാനപ്പെട്ട സമസ്തയുടെ ചെറുപ്പക്കാരാണവർ, വളരെയധികം ശ്രദ്ധയാണിത്. ഊസിക്കും ബി തഖ്വല്ലാഹ്, അല്ലാഹു തആലാന്റെ തഖ്വ കൊണ്ട് ഞാൻ നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നു. അപ്പോൾ ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്ത് ദീൻ മുറുകെ പിടിച്ച് നിങ്ങൾ നടക്കണം. ഞങ്ങളും ചെറുപ്പക്കാരാവുമ്പോൾ പല പാൾട്ട് വരും എന്നുള്ള നിലക്കാണ് നിങ്ങളോട് പറയുന്നത്. ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്തിൻ്റെ ശക്തിയായി നിങ്ങൾ നിലനിൽക്കണം. അത് മാത്രമാണ് യഥാർത്ഥ ദീൻ. മറ്റ് 72 സംഘവും മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുല്ലുഹും ഫിന്നാർ. ആ ഹജ്ജത്തുൽ വദാഇൽ ഇറക്കപ്പെട്ട യഥാർത്ഥ ദീൻ സഹാബത്തിന്, ഹാദാ സബീലുല്ലാഹി, ഇതാണ് യഥാർത്ഥ വഴി. ആ വരൻ്റെ ചുറ്റുഭാഗത്തും 2 സൈഡിലും ഒരുപാട് വരകൾ തങ്ങൾ വിലങ്ങനെ വരച്ചു. ഹാദിഹി സുബുലുൻ, ഇതെല്ലാം മറ്റ് ചില മാർഗങ്ങളാണ്. പല മാർഗം വരും. 72 സംഘമായി എൻ്റെ സമൂഹം ദുഷിച്ച സംഘമായി വരും. ഒന്ന് ഈ പറഞ്ഞ അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി എന്ന് അംഗീകരിച്ച് പോരുന്നോലും. അങ്ങനെ 72ഉം 73. അതിൽ കുല്ലുഹും ഫിന്നാർ, 72ഉം. അതിലൊക്കെ ശൈത്താനി സ്വഭാവമുണ്ട്. ആ ശൈത്താൻ അതിലേക്ക് പ്രേരിപ്പിക്കും. അതുകൊണ്ട് അത് ണം എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. മൻ യഇശു മിൻകും ബഅദി, എൻ്റെ ശേഷം നിങ്ങൾക്ക് ജീവിതമുണ്ട് എങ്കിൽ ഫസയറ ഇഖ്തിലാഫൻ കസീറൻ, ധാരാളം ഭിന്നിപ്പ് നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്ത് യഥാർത്ഥ ദീനെ ക്ഷീണിപ്പിക്കുന്ന ഏർപ്പാടാണ്, ധാരാളം ഭിന്നിപ്പ്. അതുകൊണ്ട് അങ്ങനെ ഭിന്നിപ്പിൻ്റെ സന്ദർഭം വന്നാൽ ഫഅലൈക്കും ബിസുന്നത്തി, എൻ്റെ ശരീരം മുറുകെ പിടിക്കണം. വസുന്നത്തുൽ ഖുലഫാഇർ റാഷിദീനിൽ മഹ്ദിയീൻ, ഖുലഫാഉർ സുന്നത്ത് അഥവാ സഹാബത്തിൻ്റെ ചര്യയും
നിങ്ങൾ മുറുകെ പിടിക്കാൻ. തമസ്സകൂ ബിഹാ, അത് നന്നായി നിങ്ങൾ പിടിക്കണം. വഅള്ളു അലൈഹാ ബിൻ നവാജിദ്, അതിൻ്റെ 72 സംഘവും ബാല്യ പ്രവർത്തനം പ്രവർത്തിക്കും. ധനപരമായിട്ടും മറ്റുള്ള സൗകര്യങ്ങളൊക്കെ അവർക്കുണ്ടാവും. അതുകൊണ്ട് നന്നായിട്ട് ശക്തിയായിട്ട് പിടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ പഴച്ചു പോകും. അലൈഹാ ബിൻ നവാജിദ്, ആന മരം വലിക്കാൻ ഓട്ടുവല്ലുകൊണ്ട് കയറ് പിടിച്ച് കടിക്കുന്നത് മാതിരി കടിച്ചു പിടിക്കണം. 2 കയറും 2 കൈകൊണ്ടും ആ സുന്നത്തിയമായത്ത് അത് നിങ്ങൾ പിടിക്കണം. അപ്പോൾ ചുരുക്കത്തിൽ കൈകൊണ്ടും പിടിക്കണം, പല്ലുകൊണ്ടും പിടിക്കണം. കാരണം ഈ 72 സംഘം പല ജാതി രീതിയിലും പ്രവർത്തിച്ചു വന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കും. അതിൽ പിടുത്തം വിട്ടു പോയിട്ടുണ്ടെങ്കിൽ പരാജയപ്പെട്ടു. നന്നായി പിടിച്ചോളി എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. അങ്ങനെ പുണ്യനബി പറഞ്ഞതാണല്ലോ. ധാരാളം ഇവിടെ അഭിപ്രായ വ്യത്യാസം വരും. ഫസയറാ ഇഖ്തിലാഫൻ കസീറൻ, ധാരാളം ഭിന്നിപ്പ് ഇവിടെ വരും. പല ജാതി വാദക്കാരും ഇവിടെ വരും. ആ സമയത്തൊക്കെ നിങ്ങൾ എൻ്റെയും എൻ്റെ സഹാബത്തിൻ്റെയും ശരീരം മുറുകെ പിടിക്കണം. അതിൻ്റെ വലിയ തെളിവ് വമൻ യുശാഖിഖി റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, ശരിയായ ഹിദായത്തുമായ റസൂലിനോട് ആരെങ്കിലും എതിരായാൽ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ വഴിയോട് ഇവിടെ പിൻപറ്റിയാൽ മാതവല്ല, അവൻ ഏറ്റെടുത്ത വിഷയത്തിൽ നമ്മൾ അവനെ കൊണ്ടുപോകും. അതായത് അവൻ്റെ ആ തെറ്റായ വാദം പ്രളയിൽ തന്നെ നമ്മൾ നുള്ളൂല, ആ പാർട്ടിയായിട്ട് കുറേ പോകും. ഓ നുസുലിഹി ജഹന്നം, പിന്നെ നമ്മൾ ജഹന്നമിലേക്ക് അവനെ ചേർക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് അതിനൊന്നും ചെയ്യൂല, ഓലങ്ങനെ വലുതാകട്ടെ എന്ന് വെക്കും. ഓ നുസുലിഹി ജഹന്നം സാഅത്ത് മസീറ, ഇങ്ങനെയാണ് ഇതിൻ്റെ സ്വഭാവം എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം നമ്മുടെ സാധാരണക്കാർക്ക് മനസ്സിലാകാൻ ഇവിടുത്തെ മുൻകഴി മുസ്ലിമീങ്ങൾ എന്ത് ചെയ്തു, നമ്മളെ പിതാമഹാന്മാർ എന്ത് ചെയ്തു, നമ്മളെ മുൻകഴിഞ്ഞ ആലിമീങ്ങൾ എന്ത് ചെയ്തു, ഇതാണ് നിങ്ങൾ കിതാബ് അധികം ഓതി മനസ്സിലാക്കുന്നതിന് മുമ്പ് നിങ്ങൾ അവലംബിക്കേണ്ടത്. ഇവിടുത്തെ മുസ്ലിമീങ്ങൾ എന്താ ചെയ്തത്? മുസ്ലിമീങ്ങളെ വഴി അല്ലാത്തൊരു പുതിയ വഴി ആരെങ്കിലും ഇവിടെ കൊടന്നാൽ അത് തെറ്റാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. വിശുദ്ധ ഖുർആൻ പറയും യകൂനു ഫി ആഖിരി സമാനി ദജ്ജാബൂൻ, ആഖിർ സമാനിൽ പല ദജ്ജാലീങ്ങളും കദ്ദാബീങ്ങളും പല നുണി അവർ പറയും. അങ്ങനെ ഇവിടെ പുണ്യനബി ഹദീസിൽ പറഞ്ഞത് പോലെ ദീൻ്റെ അപകടം പല മേഖലയിൽ വരും. ഈ ഹദീസിൽ പരിപൂർണമാക്കിയ ദീൻ പിന്നീട് ഇങ്ങനെ ചുരുങ്ങി വരാനുള്ള കാരണങ്ങൾ പലതും വരും. അപ്പം അതൊക്കെ ഭിന്നിപ്പ്, പല തോന്നിയാസങ്ങളും ന്യായങ്ങളും അവർ പറയും. അതൊന്നും വിലവെക്കാത്ത രീതിയിൽ നമ്മുടെ മുൻകാല സമൂഹം, മുൻകഴിഞ്ഞ പണ്ഡിതന്മാർ എന്തൊക്കെ രേഖപ്പെടുത്തി അത് മാത്രമാണ് നിങ്ങൾ അവലംബമാക്കേണ്ടത്. പക്ഷേ പൊതുജനങ്ങൾ അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ട് അവരെ നല്ലൊരു വഴിക്ക് തിരിക്കേണ്ടത് ഉലമാവിൻ്റെ കടമയാണ്. ഈ പാർട്ടി ഇവിടെ വന്നത് 921 ശേഷമാണെന്ന് പല പ്രസംഗങ്ങളിൽ നിങ്ങൾ കേട്ടതാണ്. മറ്റ് നാടുകളിൽ കുറേ മുമ്പ് തന്നെ ഇങ്ങനത്തെ ഈ പിഴച്ച കക്ഷികൾ വന്നിട്ടുണ്ട്. നമ്മളെ കേരളത്തിൽ 921 ശേഷമാണ് അതിൻ്റെ പ്രവർത്തനം നിന്നത്. കാരണം ഇവിടെ ബഹുമാനപ്പെട്ട സുന്നത്തി ജമാഅത്തിൻ്റെ പ്രവർത്തനം നടത്തിയത് ആദ്യ വിഭാഗം മാലിക് ദീനാറും പാർട്ടിയും കൂടെ വന്ന താബിഈങ്ങളും തബഈ താബിഈങ്ങളുമാണ്. അവരാ പ്രവർത്തനം ശക്തിയായി നടന്നതുകൊണ്ട് പുണ്യനബി പറഞ്ഞ ഈ ഇതര സംഘങ്ങൾ അന്ന് ഫലമൊന്തിയില്ല. അവരുടെ പ്രവർത്തനം ഏതാനും അവസാനിച്ചപ്പോഴേക്കും ഇവിടെ മഹാന്മാരായ മഖ്ദൂമിങ്ങൾ
ജനങ്ങളെ നേർവഴിയാക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്തു. പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളി ആസ്ഥാനമാക്കി അവർ ആലിമീങ്ങളെ വാർത്തെടുത്തു. പല കിതാബുകളും അവർ തസ്നീഫ് ചെയ്തു. ലക്ഷക്കണക്കിൽ ആലിമീങ്ങളെ അവിടെ വെച്ചിട്ട് അവരെ വാർത്തെടുത്ത്. അങ്ങനെയുള്ള പ്രവർത്തനം തുടർന്ന് നടന്നതുകൊണ്ട് ഈ പിഴച്ച കക്ഷി ആ കാലത്ത് പിന്നീട് അവരൊക്കെ പോയി. ഏതായാലും പറഞ്ഞത് വരുമല്ലോ ഇവിടെ വന്ന്. അങ്ങനെ വരുമെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പല ഹദീസുകൾ വഴിയിലും. വലഅന ആഖിറുൽ ലഹ, ഈ സമൂഹത്തിൻ്റെ പിൻതലമുറ മുൻ തലമുറയെ തുടർത്തിയാൽ ഇൽമിൻ്റെ കടലുകളായ ഇമാം ഷാഫി തങ്ങൾ, അബൂ ഹനീഫത്തുൽ കൂഫി തങ്ങൾ, അഹ്മദ് ഹംബൽ തങ്ങൾ തുടങ്ങിയുള്ള മഹൽ വ്യക്തികൾ സ്ഥിരീകരിച്ച കാര്യം. അവരൊക്കെ പറഞ്ഞ തറാവീഹ് 20 ലോകത്തുനിന്ന് 3/4 പള്ളികളിലും തറാവീഹ് 20. പിൻതലമുറയിൽ വന്ന വിഭാഗം പറഞ്ഞത് 8. അത് 8 പറയുന്നു. അങ്ങനെ ഉദാഹരണം പല ജാതി അവർ വിട്ടു. അപ്പോൾ ജനങ്ങൾ ഇതിൽ തെറ്റിദ്ധരിക്കപ്പെടും എന്ന് വന്നപ്പോൾ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ തുടങ്ങിയുള്ള അന്നത്തെ മഹാപണ്ഡിതന്മാർ അർജൻ്റായിട്ട് ഈ വിഷയം അവർ ശ്രദ്ധ. ഇങ്ങനെ പുണ്യനബി പറഞ്ഞ പല കക്ഷികൾ ഇവിടെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. മുൻകാല മഹാന്മാരെ നടപടി ചെയ്താൽ കാഫിറാവുന്നവർ പറയണേ. മഹാന്മാരെ ഖബർ സിയാറത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിർക്കായി പോകുന്നവർ പറയണേ. ഇങ്ങനെ പല വാദങ്ങൾ ഓരോ ആയത്തിൻ്റെ തുണ്ടങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവർ പറയാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ അക്കാലത്തുള്ള മഹാന്മാർ ഒന്നായിട്ട് യോഗം കൂടിയിട്ട് ഇവിടത്തുള്ള ജനങ്ങളെ ഈമാൻ സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന് തീരുമാനിച്ചിട്ടുണ്ടാണ് മഹാന്മാരുടെ നേതൃത്വത്തിൽ നിങ്ങൾ സാധാരണ കേട്ടുവരുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ അതിനവർ കഠിനാധ്വാനം ചെയ്ത് വാദപ്രതിവാദങ്ങളും ഗണ്ണന പ്രസംഗങ്ങളും എല്ലാം നടത്തി ബഹുമാനപ്പെട്ട സുന്നത്തി ജമാഅത്തിനെ അവർ സംരക്ഷിച്ചു. വളരെ ചുരുക്കം ചില ഭാഗങ്ങൾ മാത്രം ചില ആളുകളിൽ പെട്ടുപോയി എന്ന് മാത്രം. ഇവർ നവോത്ഥാനമാണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും. ഖുർആൻ ഇവരെ പഠിച്ചിട്ടുള്ളോ എന്നൊക്കെ പറഞ്ഞ് ആളുകളെ പോലീസ് ചെയ്യും. മനുഷ്യന് മറ്റുള്ളവർ ഒരു പ്രവർത്തിച്ച് ഖുർആൻ ഓതിയിട്ടോ ദ്വാരന്നിട്ടോ യാസീൻ ഓതിയിട്ടോ ഒരു കാര്യമില്ല. കാരണം ഖുർആൻ പറയുന്നുണ്ട് വാൻ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, മനുഷ്യന് അവൻ സഅയ് ചെയ്തത് മാത്രമേ കിട്ടുള്ളൂ. മാ സുഇയ ലഹു, അവന് വേണ്ടി ചെയ്തത് കിട്ടൂല എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പം ഖുർആൻ ഓത്ത് മരിച്ചോടത്തോത്ത് ആണ്ട് അത് പ്രകാരം ഒന്നും ചെയ്തിട്ട് ഫലമില്ല. ഇങ്ങനത്തെ ഓരോ കള്ളവാദങ്ങൾ പരിശുദ്ധ ഖുർആൻ 7 വയസ്സിൽ മനഃപ്പാടമാക്കിയ ഇമാം ഷാഫി പറയുന്നു, ഒരു ഹത്ത ഓതിയിട്ട് ഒരു മയ്യത്തിന് വരക്കുകയാണെങ്കിൽ വല്ലാത്ത ഗുണമാണ്. ഇവരെ ഒന്നാമത് നേരത്തെ ഞാൻ പറഞ്ഞ ഹദീസ് പ്രകാരം മുജ്തഹിദുൻ ജാഹിൽ, ഇടയ്ക്ക് ഇവിടെ പ്രവർത്തിച്ചു വിവരമില്ലാത്ത മുജ്തഹിദീങ്ങൾ. അങ്ങനെ മുൻകാലത്തിലെ പുത്തനാശയക്കാർ അവരുമായി ബന്ധപ്പെട്ട് അവരെ ചില മാസികകളും മറ്റൊക്കെ വരുത്തി. ജമാലുദ്ദീൻ അഫ്ഖാനി അത് പ്രകാരം തന്നെ മുഹമ്മദ് അബ്ദ, റഷീദ് റിള പോലത്തെ അവരൊക്കെ ഇജ്തിഹാദ്, പക്ഷേ ജാഹിലായ മുജ്തഹിദീങ്ങളാണ്. ഇമാം ഷാഫിൻ്റെ മാതിരി അബൂ ഹനീഫത്തുൽ കൂഫി തങ്ങളെ മാതിരി പഠിച്ചവരല്ല. അവർ മുജ്തഹിദാന്ന് പറയും, അവർ പഠിച്ചിട്ടില്ല. കാരണം ഇതന്നെ തെളിവാണ്. മനുഷ്യൻ ഓൻ ചെയ്തത് മാത്രമേ കിട്ടുള്ളൂ, വേറെ ഓന് വേണ്ടി വല്ലതും ചെയ്താൽ കിട്ടൂല. ഇതാ പോലും മനസ്സിലാക്കി. പരിശുദ്ധ ഖുർആൻ മറ്റായത്തിൽ പറയുന്നു അൽഹഖ്നാ ബിഹിം ദുർരിയ്യതഹും, അതും ഖുർആൻ തന്നെ. ആ മഹാന്മാരോട് കൂടെ അവരെ സന്താനങ്ങൾ നമ്മൾ ചേർത്തി കൊടുക്കും. അതായത്
വാപ്പപ്പാപ്പാർ ബാല്യ മഹാന്മാരാണ്. അവർ സ്വർഗത്തിൽ കടന്ന് ഫസ്റ്റ് ക്ലാസ് കരസ്ഥമാക്കും. സ്വർഗത്തിൽ കടന്ന പോലെ ഇബാദത്തിനൊക്കെ ഫസ്റ്റ് ക്ലാസ്സുകാരാണ്. അവരെ മക്കൾ അത്ര വലിയ ഇബാദത്തിൽ മുൻപന്തിയിലല്ല, ഒരു സെക്കൻഡ് ക്ലാസ്സിൽ തേർഡിലൊക്കെ വല്ല മക്കൾ. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നുന്നൊരു കാര്യം, ഞങ്ങൾ വലിയ ഫസ്റ്റ് ക്ലാസ്സിലാണ്, നമ്മളെ കുട്ടികളൊക്കെ 3-ാം ക്ലാസ്സിലാണല്ലോ പഠിച്ചോനെ. അതാ മഹാന്മാരായ മഹാപണ്ഡിതന്മാർക്ക് ഒരു വിഷമമാണ്, നമ്മളെ കുട്ടികളെ എത്തിയില്ലല്ലോ. ഒരു സ്വർഗത്ത് കടക്കാൻ കഴിഞ്ഞാൽ അവർക്ക് 3-ാം ക്ലാസ്സിലൊക്കെയാണ്, നമ്മൾ ഫസ്റ്റിലും. അങ്ങനെ വരുമ്പോൾ ഈ രക്ഷിതാക്കന്മാർക്ക് വലിയ പ്രശ്നമായി. അതിനെ ഖുർആൻ പറയുന്നു, അൽഹഖ്നാ ബിഹിം ദുർരിയ്യതഹും, അവരെ സന്താനങ്ങൾക്കും നമ്മൾ അവരെ കൊടുക്കും. അപ്പോൾ എൻ്റെ വാപ്പ ഫസ്റ്റ് ക്ലാസ്സിലാണ് ആയതുകൊണ്ട് വാപ്പാക്ക് വലിയ വിഷമമുണ്ട്, അതുകൊണ്ട് ഈ പോയിട്ട് ഈ തേടുന്ന് എഴുന്നേറ്റിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടികൾക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടാനുള്ള കാരണം വാപ്പാർക്കുള്ള ഇബാദത്താണ്. ബിഹിം ദുർരിയ്യതഹും, അവരെ സന്താനങ്ങളെ അവരോട് നമ്മൾ ചേർക്കും. അപ്പോൾ ഇത് അല്പജ്ഞാനികളായി ഇവർ പറഞ്ഞത് ഓൻ ചെയ്ത് മാത്രമേ ഗുണം കിട്ടുള്ളൂ, അല്ല എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. കാരണം മഹാന്മാർ ചെയ്ത അമല് കാരണമായി ഫസ്റ്റ് ക്ലാസ് വകവെച്ച് കൊടുക്കും എന്ന് പരിശുദ്ധ ഖുർആൻ പറയും. അപ്പോൾ അവർ ശരിക്കും ഖുർആൻ പഠിക്കാത്ത ആളുകളായതുകൊണ്ട് അവർക്ക് തോന്നിയതൊക്കെ ഒരു പറയാൻ തുടങ്ങി. അതിന് ഓരോ മാസികയും കാര്യമൊക്കെ ഇറക്കി വിട്ട് അങ്ങനെ അവർ കുറേ ആളുകളെ വിത്തനാക്കി. അത് ഇവിടുത്തെ മുൻകഴിഞ്ഞ മുസ്ലിമീങ്ങൾക്കുള്ള ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പുണ്യ നബി പറഞ്ഞത്, അങ്ങനത്തെ ഇവിടെ മുൻകഴിഞ്ഞ മുസ്ലിമീങ്ങൾ എന്ത് ചെയ്തു അത് നോക്കണം. വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്കുള്ള വഴി അല്ലാത്ത വഴിയാണ് അവർ തേടുന്നത്, അത് ഛർദ്ദിക്കണം. അങ്ങനെ പാർട്ടി വന്നാൽ നിങ്ങൾ മുണങ്ങാൻ പാടില്ല, അവരെ പറ്റി നിങ്ങൾ പഠിക്കണം. ആ മഹത്തായ ഉത്തരവാദിത്തമാണ് സമസ്ത കേരള ജംഇയ്യത്തിലൂടെ നിറവേറ്റിയത്. പല ജാതി ഗണനങ്ങളും വാദപ്രതിയൊക്കെ നടത്തി അവരെ പരാജയപ്പെടുത്തി. എന്തിനു വേണ്ടി? നിങ്ങൾക്കുള്ള സാധാരണക്കാരുടെ ഈമാൻ സുരക്ഷിതമാക്കാൻ വേണ്ടി. സമസ്ത അവിടെ ഇല്ലെങ്കിൽ എന്താ നിങ്ങളെ ഹാല്? ഓരോ തുണ്ടം ആയത്തുകൾ കൊടന്നിട്ട് പിത്തനാക്കും. മഹാന്മാരെ വിളിച്ചിട്ട് അങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശിർക്കാവും എന്ന് അവർ പറയുന്നു. ഇവിടെ മഹാന്മാരായ അബൂ ഹനീഫത്തുൽ കൂഫി തങ്ങൾ ഇസ്തിഹാസ ചെയ്ത രേഖയുണ്ട്, ഇമാം ഷാഫി തങ്ങൾ ഇസ്തിഹാസ ചെയ്ത രേഖയുണ്ട്. ബദരീങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞതിന് യാതൊരു വിരോധമില്ല എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ മറന്നുകൊണ്ട് അവർ ഇവിടെ പ്രചരിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ പോലെ വിടാൻ പറ്റൂല, ഇവിടുത്തെ മുഅ്മിനീങ്ങളെ ഈമാൻ അവർ തകരാറാക്കും എന്ന് കണ്ടതുകൊണ്ട് മഹാന്മാരായ ഉലമാക്കൾ അന്ന് വളരെയധികം ഉത്തരവാദിത്തത്തോട് കൂടിയിട്ടുണ്ട്. ഇദാ ലഹറത്തിൽ ബിദഉ, ഈ തെറ്റായ പ്രസ്ഥാനം 72 പ്രത്യക്ഷപ്പെട്ടാൽ, വസഖത്തൽ ആലിം, ആ കാലഘട്ടത്തിൽ അവിടെയുള്ള ആലിമ്യങ്ങൾ മൗനം ദീക്ഷിച്ചാൽ, ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികത്തി വന്നാസി അജ്മഈൻ, അല്ലാഹുവിൻ്റെയും മലക്കുകളെയും മറ്റു ജനങ്ങളുടെയും ശാപം ഉണ്ടാവുന്നതാണ്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിനെ നമുക്ക് കഴിയൂല ആ ശാപം ഏൽക്കാൻ എന്നുള്ള നിലക്ക് നമ്മുടെ മുൻകഴിഞ്ഞ മഹാന്മാർ അതിനെ കഠിനാധ്വാനം ചെയ്ത് ഇവിടെ സംഘടന രൂപീകരിച്ചു. വളരെ വളരെ വളരെയധികം പ്രവർത്തനം നടത്തി. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ തങ്ങളവറുകൾ, ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് തങ്ങളവറുകൾ, അത് പ്രകാരം പറവണ്ണ മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ തങ്ങളവറുകൾ, ഇവരെല്ലാം ബഹുമാനപ്പെട്ട വരക്കൻ മല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. അങ്ങനെ അവർ പ്രവർത്തിച്ചു. ബഹുമാനപ്പെട്ട ആ ഹജ്ജത്തുൽ വദാഇൽ ഇറങ്ങിയ യഥാർത്ഥ ദീന് പൂർത്തിയാക്കി എന്ന് പറഞ്ഞ അധ്യയൻ ഇവിടെ നിലനിർത്താൻ വേണ്ടി കഠിനാധ്വാനം ചെയ്തു.
അതിനു വേണ്ടിയാണ് ഇവിടെ ക്കാരിൽ ബഹുമാനപ്പെട്ട സുന്നത്തിയന്മാർ നിലനിർത്താനാണ് SKSS രൂപീകരിച്ചത്. അതിൻ്റെ ചരിത്രം മുഴുവൻ പറയുകയാണെങ്കിൽ നിങ്ങൾ അറിയാത്തതുണ്ടാവുകയിൽ SKSSൻ്റെ സ്ഥാപക പ്രസിഡന്റ് ബഹുമാനപ്പെട്ട നമ്മളെ തങ്ങളവറുകളാണ്. ഹൈദരലി ശിഹാബ് തങ്ങളവറുകളാണ്. അന്ന് സ്ഥാപിച്ചന്ന് പ്രസിഡന്റ് മൂപ്പരായിരുന്നു. ചില ആളുകൾക്കുള്ള ദുഷിച്ച പ്രവർത്തനം കൊണ്ട് മൂപ്പരയിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് മൂപ്പര് അത് ഒഴിവാക്കി വിട്ടു. എന്നാലും സമസ്ത വിട്ടില്ല. അതിൻ്റെ പകരമായിട്ട് SKSS രൂപീകരിച്ചിട്ട് തങ്ങൾ തന്നെ അതിൻ്റെ പ്രസിഡൻ്റായി ഇന്ന് ബഹുമാനപ്പെട്ടവരുടെ നേതൃത്വത്തിൽ ഈ അവസ്ഥയിൽ അതെത്തി. അപ്പോൾ സമസ്തയും സമസ്തൻ്റെ ങ്ങളും മനസ്സിലാകാത്തവർക്ക് ഇനിയും മനസ്സിലാക്കാനുള്ളൊരു ചാൻസാണ്. ഇതാണ് സമസ്ത എന്ന് മനസ്സിലാക്കണം. അതിൽ നിങ്ങൾ അടിയുറച്ച് നിൽക്കും വേണം. അതോട് ചെറുപ്പക്കാർക്ക് പ്രത്യേകിച്ച് ഉപദേശിക്കുന്നത് നമ്മൾ വിജയിക്കണമെങ്കിൽ വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, ഒരു ദിവസത്തിന് നിങ്ങൾ നടന്നോളാം. അല്ലാഹു തആല ആ ദിവസത്തിൽ എന്നിട്ട് അതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് നൽകും എന്ന് ആയത്ത് ഇറങ്ങിയതിൻ്റെ ശേഷം വളരെ താക്കീതായി നമ്മോട് പറഞ്ഞു. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. ഈ ഏതാനും അവസാനത്തെ അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന ആയത്ത് ഇറങ്ങിയതിൻ്റെ ശേഷം ഒരു 80-ൽ പരം ദിവസങ്ങളാണ് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിച്ചത്. അതായത് ഈ ആയത്ത് ദുൽഹജ്ജ് 9 ഇറങ്ങി. എന്നാൽ ദുൽഹജ്ജ് ബാക്കിയുള്ള ദിവസങ്ങൾ പിന്നെ മുഹറം കഴിഞ്ഞു, സഫറും കഴിഞ്ഞു, പിന്നെ റബീഉൽ അവ്വൽ തങ്ങൾ വഫാത്തായി. അപ്പോൾ ഈ മഹത്തായ ആയത്ത് ഹജ്ജത്തുൽ വദാഇൽ ശേഷം 80-ൽ പരം ദിവസമാണ് ഉണ്ണി നബിയോടെ ജീവിച്ചത്. അതിൽ അവസാനം ഇറക്കപ്പെട്ട ആയത്ത് നമ്മളൊക്കെ താക്കീതാണ്. വത്തഖൂ യൗമൻ, ഒരു ദിവസത്തിന് സൂക്ഷിച്ച് നടക്കുക എന്നല്ലേ. എങ്ങനെ സൂക്ഷിച്ച് നടക്കേണ്ടത് എന്നത് 20 കൊല്ലത്തിൻ്റെ ഇടയിൽ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. ആ വിശദീകരണം മനസ്സിലാക്കി നടക്കുക നിങ്ങൾക്ക് നല്ലത്, അല്ലെങ്കിൽ നിങ്ങൾ കുഴങ്ങും എന്ന് അവസാനമായൊരു താക്കീതോട് കൊടുക്കുക ഇറക്കപ്പെട്ട ആയത്താണ് ഏറ്റവും അവസാനം. അപ്പം ബഹുമാനപ്പെട്ട സമസ്തൻ്റെ പ്രവർത്തകരായ ചെറുപ്പക്കാരോട് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട ദീൻ മുറുകെ പിടിച്ച് നിങ്ങൾ നടക്കണം. ഇങ്ങനെ പുത്തനാശയക്കാർ പറയുന്ന ഒരു വിഷയം നിങ്ങൾ ഏശിപ്പോകരുത്. ഇന്നൽ ഇസ്തിഗാസത ബിൽ അംബിയാഇ, അംബിയാക്കന്മാരോട് സഹായം തേടൽ, വൽ മുർസലീൻ, മുർസലീങ്ങളോട് സഹായം തേടൽ, വൽ ഉലമാഇ, ഔലിയാക്കളോടും ഉലമാക്കളോടും സഹായം തേടൽ, വസ്സാലിഹീൻ, സാലിഹീങ്ങളോട് സഹായം തേടൽ, ജായിസത്തുൻ, അത് അംഗീകരിക്കപ്പെട്ട കാര്യമാണ്. വലിർ റുസുലി, മുർസലീങ്ങൾക്കുണ്ട്, വൽ അംബിയാഇ വൽ ഔലിയാഇ വസ്സാലിഹീൻ, അവർക്കൊക്കെ ഉണ്ട്. റിയാസത്തും ബഅദ മൗതിഹിം, അംബിയാക്കൾ അവർ ഖബറിലുള്ളവരാണ്. യുസല്ലൂന, അവർ നിസ്കരിക്കുന്നുണ്ട് ഖബറിൽ വെച്ച്. യുജൂന, അവർ ഹജ്ജുന്നുണ്ട്. കമാ ഫീഹിൽ അഖ്ബാർ, അങ്ങനെ വന്നിട്ടുണ്ട്. വതകൂനുൽ ഇഹാദത്തു മിൻഹും, അവർ സഹായിക്കൽ മുഅ്ജിസത്തുൻ ലഹും, അവർക്ക് മുഅ്ജിസത്താണ്. അതിൻ്റെ പുറമെ വശുഹദാഉ അയ്ളൻ അഹ്യാ, ശുഹദാക്കൾ വീണ്ടും ഖബറിൽ ജീവിക്കുന്നവരാണ്. ഷൂഹിദു നഹാറൻ ജിഹാറൻ, ശുഹദാക്കൾ പരസ്യമായി പകലിൽ പല യുദ്ധമതും അവർ പങ്കെടുത്തതായിട്ട് രേഖയിലുണ്ട്. മരിച്ചുപോയ ശുഹദാക്കൾ വളരെ വിഷമുള്ള ഘട്ടം വന്നാൽ ഒരു എഴുന്നേറ്റ് വന്നുകൊണ്ട് ചെയ്യും, രേഖകളുണ്ട്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം റഅയ്തു മൂസ യുസല്ലി ഫീ ഖബരിഹി, മൂസാ നബി ഖബർ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു.
മൂസാ നബി ഈ ഹജ്ജിൽ ഇപ്പോൾ തൽബിയത്ത് ചൊല്ലിങ്ങൾ പോണത് ഇപ്പോൾ ഞാൻ കണ്ടു എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം ഖബറിൽ അഹിയ ആണ്, അവരോട് അപേക്ഷിച്ച് എന്നതുകൊണ്ട് ഒരു ചുക്കും വരാനില്ല എന്നതാണ് സമസ്തയുടെ തീരുമാനം. സഹായം ചെയ്യാൻ കഴിയുന്ന ഓരോട് അവർ അള്ളാഹിൻ്റെ തുല്യന്മാരാണ്. അവർ അമ്പോർത്തങ്ങൾ ഇലാഹാന്ന് അമ്പോർത്ത കഴിവുണ്ട്, ഔസുല്ലാളമിന് വലിയ കഴിവുണ്ട്, അംബിയ മുർസലിന് വലിയ കഴിവുണ്ട്, അതുകൊണ്ട് സഹായിക്കണമേ എന്ന് പറഞ്ഞ ഒരു ചുക്കും വരാനില്ല എന്നതാണ് മഹാന്മാർക്കുള്ള തീരുമാനം. അപ്പോൾ അതിൽ അടി ഉറച്ചു നിൽക്കണം. ഓരോ തോന്നിയാസങ്ങൾ ഓരോ ആയത്തിൻ്റെ കഷ്ണങ്ങൾ എടുത്തുകൊണ്ട് അവർ പറയും. അത് നിങ്ങളെ ഈമാൻ സംരക്ഷിക്കാനാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ രൂപീകരിച്ചത്. അപ്പോൾ ദീനി വിഷയത്തിലും മറ്റ് വിഷയങ്ങളിൽ ചെറുപ്പക്കാരായ നിങ്ങൾ മുന്നോട്ട് നീങ്ങണം. അങ്ങനെ സമസ്തൻ്റെ കീഴിലായതുകൊണ്ട് വലിയൊരു ശക്തി, ഇവിടെ എല്ലാവരും അത്ഭുതപ്പെടുത്തുന്ന ശക്തി ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഈ ശക്തി കൂടുതൽ അല്ലാഹു തആല ഇതിനെ സഹായിച്ചവരെല്ലാം അല്ലാഹു തആല സഹായിക്കട്ടെ. ബഹുമാനപ്പെട്ട സുന്നത്തി ജമാഅത്തിന് കഠിനാൻ പ്രത്യേകിച്ച് നിങ്ങളെപ്പോലെ ചെറുപ്പക്കാർക്ക് അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. നവോത്ഥാനക്കാർ പറഞ്ഞ് എന്ത് നവോത്ഥാനങ്ങൾ ഉണ്ടാക്കിയതെന്ന് ചോദിച്ചാൽ ഐക്കല്ലും മന്ത്രവും ഏൽസി ഒരു വിധം ഞങ്ങൾ അവസാനിപ്പിച്ചു. ഒരു പറയാനുള്ള പദം പാണക്കെട്ടൊക്കെ ചെന്ന് നോക്കിയാൽ എത്രയാണ്, ഒരവസാനം ഉണ്ടായിട്ടില്ല. വെറുതെ ഉണറിയാം ഒല കൊണ്ട് അങ്ങനെ ഒരു അവസാനിപ്പിക്കാണ്ട് കഴിയും. റായിത്തു അസറ വെർബത്തിൻ ഫീ സാഖി സലമത്ത് ബിനുൽ അക്വാഇ. സലമത്ത് ബിനുൽ അക്വാഇ റളിയല്ലാഹുവിൻ്റെ തണ്ടങ്കാലിൽ ഒരു ബെട്ട് ഞാൻ കണ്ടു. യാ അബാ മുസ്ലിം മാ ഹാദിഹി വെർബത്തു. ഈ ബട്ട മഹാനവർ പറഞ്ഞ വെർബത്തുൻ അസാബത്തിനി യൗമ ഹുനൈൻ യൗമ ഹൈബർ യുദ്ധത്തിൽ എനിക്ക് കുടുങ്ങിയ വട്ടാത് കാലിന്. ഫഖാലന്നാസു, അന്ന് ജനങ്ങളിടയിൽ പരസ്യമായി ഉസീബ സലമത്തു എന്ന് ഫഅതൈതു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അടുക്കൽ ചെന്നു. ചില വാചകങ്ങൾ ഉപയോഗിച്ച് തങ്ങൾ 3 വട്ടം മന്ത്രിച്ചാണ്ട് ഊതി. സമയം വരെ ആ കാലിന് എനിക്ക് യാതൊരു കേടുമില്ല. ആരാത് പറഞ്ഞ ഇമാം ബുഖാരി തങ്ങൾ സഹീഹിൽ പറഞ്ഞാണത്. മന്ത്രി ദിനം പ്രതി രാത്രി കിടക്കുന്ന സമയത്ത് സൂറത്തുൽ ഇഖ്ലാസ് 3 വട്ടം, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് 3 വട്ടം, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് 3 വട്ടം ഓതിയിട്ട് 2 കയ്യിൽ ഊതിയിട്ട് ദേഹം തങ്കലം തടകുന്നതാണ് എന്ന് സഹീഹ് ഹദീസ്. ഊതി തടകുക ആര്? അല്ലാഹുവിൻ്റെ റസൂൽ. നമ്മളും ചെയ്യണത്. അപ്പോൾ ഇവർ പറഞ്ഞത് പുരം പൊള്ള് അങ്ങനെ മന്ത്രങ്ങളും മറ്റതും മറിച്ച് ഒരളവോളം ഞങ്ങൾ അവസാനിപ്പിച്ചു. എല്ലാ തലത്തും ചെന്ന് നോക്കി വലിയ ഏറിയണത് പുണ്യനബി ചെയ്ത കാര്യമാണ്. ഇങ്ങനത്തെ രേഖകൾ നിരവധി പറയാണ്ട് ഈ സമയം വളരെ ചുരുക്കം ആയതുകൊണ്ട് എനിക്ക് അംഗീകരിച്ച ടൈം തന്നെ ആ കൂട്ടത്തിൽ തോന കിട്ടിയത് എനിക്കാണ്. മറ്റേ 10 മിനിറ്റ് 5 മിനിറ്റൊക്കെയാണ് ഓരോരുത്തർക്ക് അംഗീകരിച്ചത്. ഞങ്ങൾക്ക് അന്ന് നോട്ടീസിലുണ്ടത്. അപ്പം ഇനി കൂടുതൽ സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ പല മഹാന്മാരിവിടെ സംസാരിക്കാറുണ്ട്. അപ്പം മരിച്ചുപോയ മഹത്തുക്കൾക്ക് പല കറാമത്തും മറ്റതും എല്ലാം ഉണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുണ്യനബിയാണ് മരിച്ചപ്പം ബഹുമാനപ്പെട്ടവർ മൂപ്പര് വീട്ടിലായിരുന്നപ്പം പാഞ്ഞു വന്ന് അങ്ങനെ കുതിരപ്പുറത്ത് വന്ന് പള്ളീൻ്റെ മുന്നിൽ ഇറങ്ങി, സംസാരിക്കാതെ. പിന്നെ കുതിര ഇറങ്ങിയിട്ട് പിന്നെ പള്ളി കടന്നതിന് ശേഷം ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ പ്രവേശിച്ചു. അപ്പോൾ ആരോടും മുണ്ടാതെ പുണ്യനബി വഫാത്തായി കാലത്തേക്കാണ് ചെന്നിട്ട് ആ മൂടി തുണി നീക്കിയിട്ട് തങ്ങൾ
അവിടെ പറഞ്ഞത് എന്ന്. അവിടെ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു വാളെടുത്ത് നടന്നിരുന്നു. തങ്ങൾ മരിച്ചെന്നാരോ പറഞ്ഞു പൊട്ടു ഞാൻ മോനെ. അതിന് ജനങ്ങളൊക്കെ ബേജാറിലായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. പിന്നെ തങ്ങളെ വഫാത്ത് കൊണ്ട് പലതും സംഭവിച്ചു. ചില ആളുകൾ സംസാര കഴിവ്, ചില ആൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാതായി. അങ്ങനെ പല രംഗങ്ങളും ഈ മരിച്ച ഉടനെ. അപ്പോഴാണ് സിദ്ദീഖ് അവിടെ വരേണ്ടത്. മരിച്ചെന്ന് പറഞ്ഞ ഓനെ പൊട്ടു ഞാൻ എന്ന് പറഞ്ഞിട്ട് ബാളൂരിക്ക് നടക്കുക. പുണ്യനബിനെ സന്ദർശിച്ചതിൻ്റെ ശേഷം നേരെ ചെയ്ത് യാ റബ്ബി യാ നബി അല്ലാഹ് യാ റബ്ബി ഇൻദല്ലാഹ് ഉദ്കുർനാ ഇൻദ റബ്ബിന, ഞങ്ങളെ റബ്ബിൻ്റെ അടുക്കൽ തങ്ങൾ ഞങ്ങളെപ്പറ്റി ഓർക്കണം. അവിടെ പോയിട്ട് ഞങ്ങളെ വർത്താനമൊക്കെ പറയണം. പിന്നെ രണ്ടാമത് തങ്ങൾക്ക് കണക്കാക്കപ്പെട്ട മരണം സംഭവിച്ചിട്ടുണ്ട്. ഉമർ റളിയല്ലാഹുവിനെ ഖണ്ഡിച്ചു. അങ്ങനെ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് ശരിയല്ല. ഇരിക്കവിടെ മരണപ്പെടാൻ കണക്കാക്കേണ്ട സമയത്തുണ്ട്. ഉദ്കുർനാ ഇൻദ റബ്ബിക, ഞങ്ങളെ കാര്യമൊക്കെ പുണ്യനബി അവിടെ ചെന്നാൽ ഞങ്ങളോട് പറയണം. ഇങ്ങനെ പുണ്യനബിനെ ചെയ്തിട്ട് പ്രാർത്ഥിച്ചു എന്ന് വിലപ്പെട്ട പല കിതാബുകൾ രേഖപ്പെടുത്തി. ഖദീജ ബീവി രോഗമായി കിടന്നപ്പോൾ ഖദീജ ബീവിക്ക് സക്കറാത്തായി മരണപ്പെടാൻ പോവുകയാണ്. പുണ്യനബി പറഞ്ഞു, അക്കുളത്തികളെ ഒന്നിലധികം ഭാര്യ ഉണ്ടാക്കുമ്പോൾ അറാത്ത് എന്ന് പറയും, നമ്മൾ അക്കുളത്തി എന്ന് പറയും. തങ്ങൾ ഖദീജ ബീവിയോട് പറഞ്ഞു, എൻ്റെ ചക്കുളത്തികൾ ഈ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ സലാം പറയണം. അപ്പോൾ ചക്കുളത്തികളൊന്നും രണ്ട് പെണ്ണുങ്ങളെന്നൊക്കെ പറയുമ്പോൾ പെണ്ണുങ്ങൾക്ക് അന്നും ഇന്നും ഒക്കെ വലിയ പ്രശ്നമാണ്. ഇങ്ങനെ ക്ഷീണിതയായ ഖദീജ റളിയല്ലാഹു അൻഹു ഇതാണ് പറഞ്ഞപ്പം കണ്ണു നിളിച്ച്, ഹൽ തസവ്വജ്ത ഖബ്ലി, എൻ്റെ മുമ്പ് നിങ്ങൾക്ക് പെണ്ണ് കിട്ടീണോ എന്ന് മഹദി ചോദിച്ചു. ഇല്ല, എന്നെ തന്നെ നടാടെ കിട്ടിയത്, പക്ഷേ ഞാൻ കെട്ടു. മഹ്ശറിൽ ഫിറഔന്റെ ഭാര്യ ആസിർ റളിയല്ലാഹു അൻഹയെ ഞാൻ കെട്ടു. മറിയം ബീവി റളിയല്ലാഹു അൻഹയെ ഞാൻ വിവാഹം കഴിക്കും. മൂസാ നബി അലൈഹിസ്സലാമിന് കുൽസും എന്ന മഹദി ഞാൻ വിവാഹം കഴിക്കും. അതൊക്കെ എൻ്റെ ചക്രവർത്തികളായി വരും. അവരെ ഈ കണ്ടുമുട്ടി എൻ്റെ സലാം പറയണം. മരിച്ചവർക്ക് ഇതൊന്നും നബി വെറുതെ പോയത്തം പറയാം. അങ്ങനത്തെ മാതി വലിയ വലിയ ആളുകൾക്ക് ഇതിനൊക്കെ കഴിവുണ്ട്. അപ്പോൾ അവരോട് സാധിച്ചിട്ട് ഒരു ചുക്കും വരാണില്ല. മുസ്ലിമീങ്ങൾ ചെയ്തു വരുന്ന കാര്യമാണ്. മമ്പുറത്തൊക്കെ ഇവരെത്ര ഉണ്ടായിട്ടും എന്ത് പ്രവർത്തിച്ചിട്ടും ഒരു ചുരുക്കം ഏറല്ലാണ്ട് ഒരു ചുരുക്കമില്ല. പാണക്കാട്ട് മറ്റോടത്തിന് യാതൊരു കുറവുമില്ല. മന്ദിരം ഒരളവോളം ഞങ്ങൾ ചുരുക്കി. കുറേ പെണ്ണുങ്ങളോ ഞങ്ങൾ പള്ളി കയറ്റി. ഇതൊക്കെ ഇപ്പോൾ നവോത്ഥാനം. മക്കത്തുള്ള സുവൈസ് പറഞ്ഞ വലിയ ഇമാം എന്നെ പറഞ്ഞ് പ്രസംഗിക്കണ്, എന്തിനാ ഈ പെണ്ണുങ്ങൾ ഇങ്ങോട്ട് വരേണ്ടത്? ഇത് മനസ്സിലാകണില്ല. ഈ മസ്ജിദുൽ ഹറാമിൽക്കും മദീന പള്ളി വലിയ നേതാവായിരുന്ന ആൾ ചോദിക്കണം. കുട്ടികൾ അധികം പറഞ്ഞ് മക്കത്തും മദീനത്തും പെണ്ണുങ്ങളില്ലേ, പള്ളിയിൽ പോണില്ലേ, മക്ബറയിൽ പോണേ തിരക്കളില്ലെങ്കിൽ പള്ളിയിൽ കയറുന്നേ ദോഷം. അങ്ങനെ മക്ബറയിൽ ഫാത്തിമ റളിയല്ലാഹു ഉണ്ട്. ഉഹദിൽ ഷഹീദായ ശുഹദാവിൻ്റെ സിയാറത്ത് ചെയ്യാൻ ബഹുമാനപ്പെട്ട ഫാത്തിമ എന്നെ പോയിട്ടുണ്ട്. ഉമ്മു സലമ പോയിട്ടുണ്ട് മക്ബറയിൽ. അവരാരും തന്നെ മദീന പള്ളിയിൽ താമസിച്ചിട്ട് ഒരു ജമാഅത്തിന് അവിടെ പങ്കെടുത്തതായിട്ട് എനിക്കറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നെല്ലാം ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഇഖ്തിലാഫുൽ ഹദീസിൽ രേഖപ്പെടുത്തും. അങ്ങനെ പ്രധാനപ്പെട്ട ഒരു സഹാബിമാരുടെയും ഭാര്യമാരോ മക്കളോ മദീന പള്ളിയിലേക്ക് ജമാഅത്തിന് പങ്കെടുത്തതായിട്ട് എനിക്കൊരു തെളിവും കിട്ടിയിട്ടില്ല.
ഇവർ പറഞ്ഞത് കുറച്ച് പെണ്ണുങ്ങളൊക്കെ ഞങ്ങൾ പള്ളിക്ക് കയറ്റി, ഈ ജാതി ആവും. അപ്പോൾ സമസ്തൻ്റെ പിന്നിൽ അടിയുറച്ച് നിന്നാൽ നിങ്ങൾക്ക് ഈമാനോട് മരിക്കാൻ കഴിയും. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ സംസാരം ഞാൻ ചുരുക്കുകയാണ്. ഇനി പല ആളുകളും മഹാന്മാരോട് സംസാരിക്കാനുണ്ട്. അല്പസമയം എന്നിൽ ഏറിയിട്ടുണ്ട്, അരമണിക്കൂറിനേക്കാൾ. വിഷയം പൂർത്തിയാക്കാൻ വേണ്ടി അങ്ങനെ 10 മിനിറ്റ് ഏറിയതാണ്. നമ്മുടെ ഈ കൂടൽ അല്ലാഹു തആല സ്വീകരിച്ച് ഇബാദത്താക്കി തീർക്കട്ടെ. നമ്മുടെ പ്രവർത്തകർക്കെല്ലാം ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. രോഗങ്ങളെ തൊട്ടൊക്കെ അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഇതിനെ സഹായിച്ച് ഒത്താശ ഇതിൽ പാടാളുണ്ട്, പെരുത്ത് ഉറുപ്പിയലുണ്ട്. ഇതിന് സുന്നത്തി ജമാഅത്തിൻ്റെ ഈ പ്രവർത്തനത്തിന് ഇതിന് ഒരുപാട് ലക്ഷങ്ങളൊക്കെ തന്ന ആളുകളുണ്ട്. അവരെ ഏർപ്പാടിലൊക്കെ അല്ലാഹു തആല ഖൈറും ബർക്കത്തും ചൊരിച്ചു കൊടുക്കട്ടെ. എല്ലാ ഇടങ്ങേറുകളെ തൊട്ട് അവരെ കാത്തു രക്ഷിക്കട്ടെ. ഇനി സമസ്തക്ക് സേവനം ചെയ്യാൻ കഴിവും സന്മനസ്സും അല്ലാഹു തആല അവർക്ക് പ്രദാനം ചെയ്യട്ടെ. ഇത് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് തൽക്കാലം ഞാൻ വിരമിക്കുന്നു. അസ്സലാമു അലൈക്കും.